Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. 2016-ലും 2021-ലും അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ തുടർച്ച 2026-ലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. 100-ലധികം സീറ്റ് ടാർഗറ്റ് ചെയ്തിട്ടാണ് UDFന്റെ വർക്ക്. മിഷൻ 26 ഞങ്ങൾ അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തത്. എല്ലാം വളരെ പെട്ടെന്നാണ്. കേരളം വിധി എഴുതാൻ ഇനി വെറും 25 ദിവസം മാത്രം. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പും മെയ് 4-ന് വോട്ടെണ്ണലും നടക്കും. പ്രചാരണത്തിന് കിട്ടുക 23 ദിവസം മാത്രം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി അടുത്തയാഴ്ച 23-ന് അവസാനിക്കും. കൃത്യം ഒരാഴ്ച. കേരളം പോലുള്ള സംസ്ഥാനത്തിന് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുറ്റാനോ ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കാനോ പോലും അധിക സമയം ഇനിയില്ല. CPI 25 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ആദ്യം കളത്തിലിറങ്ങി. പിന്നാലെ ഭരണ നേട്ടം എണ്ണിപ്പറഞ്ഞെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 81 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. 5 വർഷ കാലയളവിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ചൂണ്ടിക്കാട്ടിയാണ് അവകാശവാദം. ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി എന്നതാണ് ആശ്വാസമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും പറയുന്നു. 140 മണ്ഡലങ്ങളിലും വിജയിക്കാനായി സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നതാണ് NDAയുടെ അവകാശവാദം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മിക്ക മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. തിടുക്കത്തിലെത്തുന്ന വോട്ടെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം സജ്ജം? ആർക്കനുകൂലമാകും ഈ സാഹചര്യങ്ങൾ? പരിശോധിക്കാം. സ്വാഗതം. D. സുരേഷ് കുമാർ CPM പ്രതിനിധി, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് പ്രതിനിധി, ശ്യാം കുമാർ BJP പ്രതിനിധി, മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരളം തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്ര അതിവേഗമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ഇത് കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള കാലാവധി കുറഞ്ഞിരിക്കുന്നു. പ്രാക്ടിക്കലി സ്പീക്കിംഗ് 22 ദിവസം മാത്രമാണ് ഒരു ദിവസത്തെ അവസാനത്തെ ദിവസത്തെ പ്രചരണം അവസാനിക്കുന്ന ആ 24 hours കൂട്ടി നോക്കുമ്പോൾ 22 days മാത്രമാണ് ലഭിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വളരെ വലിയൊരു റിലീഫാണ്. കാരണം കോടികൾ കിലുങ്ങുന്ന കോടികൾ മറിയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഓരോ ദിവസവും കുറഞ്ഞു കിട്ടുക എന്നത് വലിയ സാധ്യത തന്നെയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് കാലാവസ്ഥയുടെ ഒരു കാഠിന്യം, ചൂടുകാലമാണ്, മറ്റ് പണത്തിൻ്റെ ഒരു കാര്യം. പക്ഷേ ആവശ്യത്തിന് പ്രചരണത്തിനുള്ള സമയമുണ്ടോ എന്നതാണ്. പെട്ടെന്ന് തിടുക്കത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണ് ഇതുവരെ പ്രഖ്യാപനം നടത്താത്ത പാർട്ടികൾ. നോക്കൂ, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് CPIയുടെ കംപ്ലീറ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വരികയാണ്. 25 സ്ഥാനാർത്ഥികളെയും സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ ഉടനെ തന്നെ CPM-ഉം തങ്ങൾക്ക് അനുവദനീയമായ 86 സീറ്റിൽ 76 സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥികളെയും 5 സീറ്റിൽ പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരെയും പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു 5 സീറ്റ് മാറ്റിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് UDF സംവിധാനത്തിൽ ഒരു പാർട്ടിയും സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. സമീപ ഭൂതകാലത്തെ ഒരു പതിവ് തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ലേശം പിന്നോട്ട് പോയിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ. എങ്കിലും വിത്തിൻ 24 hours ഓഫ് ദി ഡിക്ലറേഷൻ ഓഫ് ഇലക്ഷൻ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ സ്വല്പം ലേറ്റ് ആയിരിക്കുന്നു. പക്ഷേ ആ ഒരു ട്രാക്ക് റെക്കോർഡ് മുൻകാലങ്ങളിൽ UDFന് ഈ സമീപ ഭൂതകാലത്ത് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മറ്റെല്ലാവരും നടത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഇറങ്ങിയതിൻ്റെ പ്രയോജനം ലഭിച്ചു. പക്ഷേ ആദ്യം പ്രഖ്യാപിക്കപ്പെടും എന്ന് കരുതിയിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ലേശം വൈകുന്നു എന്നത് കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. അവിടെയാണ് ഒരു സമയമൊരു തിടുക്കമായി മാറുമോ,
അത് ഏത് മുന്നണിയെ സഹായിക്കും? അങ്ങനെയുള്ളൊരു ആഴത്തിലുള്ള വിശകലനങ്ങൾ വേണ്ടിയത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. എനിക്കൊരു ഓക്കെ, തീർച്ചയായും നമുക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ശ്രീ സുരേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആദ്യ മണിക്കൂറിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറഞ്ഞതുപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി. അതിന് പിന്നാലെ തന്നെ എല്ലായിടത്തും സജ്ജരായ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി അണിനിരക്കുന്നതും കണ്ടു. അത്രമാത്രം പ്ലാൻഡ് ആയിരുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നു. അതൊരു അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തരും എന്നതാണോ പ്രതീക്ഷ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാഷ് ഇന്ന് വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ കൃത്യതയോടുകൂടി സംഘടനാ ഘടകങ്ങൾ കൂടി ആ മണ്ഡലങ്ങളിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം പാർട്ടി സഖാക്കളിൽ നിന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരിൽ നിന്ന് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ ഓരോ ജില്ലാ ഘടകങ്ങളും സെക്രട്ടേറിയറ്റ്, അതിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേർന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, CPM സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുകയും ആ നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയും അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിക്കും അതിന്റെ മുകളിൽ കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ അനുവദിക്കായി വിടുകയും ചെയ്യും. ഇപ്പോ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൃത്യമായി പാലിക്കപ്പെടണം എന്നതുപോലെ വളരെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുൻപ് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇവിടെ ഏകദേശം 81 സ്ഥാനാർത്ഥികളെ CPM ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPI-യും ആദ്യം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇത് തെരഞ്ഞെടുപ്പിലേക്ക് വളരെ പരിമിതമായ ദിവസം, പ്രതികൂല കാലാവസ്ഥ, ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, തെക്കൻ ജില്ലകളിൽ സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെട്ടവരുടെ മുഴുവൻ പേരുടെയും ചുവരെഴുത്ത് ഏകദേശം 60-70% പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ റോഡ് ഷോ ഇന്ന് വളരെ മനോഹരമായി, ഞാൻ ഇപ്പോൾ തന്നെ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് നേരത്തെ വാക്ക് നൽകിയത് കൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ആവേശമാണ് ഇക്കാര്യത്തിലുള്ളത്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ചെയ്തത് അവർക്ക് ലഭ്യമായ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാളയത്തിലേക്ക് കടന്നു കയറി ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തരെ കണ്ടെത്തി അവരെ മാളത്തിന് പുറത്ത് ചാടിക്കുന്നതിനുള്ള വ്യഗ്രതയായിരുന്നു. അതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇട്ട പേരെന്ന് പറയുന്നത് വിസ്മയം എന്നാണ്. ഇപ്പൊ എന്താണ് വിസ്മയം? നിങ്ങൾക്കറിയാവോ? ഇപ്പൊ തെക്കൻ ജില്ലയിലെ കാര്യം ഞാനൊന്ന് പറയാം. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ബഹുമാനായ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ പല മണ്ഡലങ്ങളിൽ, ഞാൻ മണ്ഡലങ്ങളുടെ പേര് പറയുന്നില്ല, പല മണ്ഡലങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആ ജനങ്ങളെ വിളിച്ച്, പൗരപ്രമുഖരെ വിളിച്ച് ആശീർവാദം തേടുകയാണ്, അനുഗ്രഹം ആരായുകയാണ്. എന്ത് വിരോധാഭാസമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? മറ്റു പാർട്ടികൾക്കുള്ളിൽ വിസ്മയം തീർക്കാൻ നടന്നവർ ഇന്നിപ്പോൾ സ്വന്തം പാർട്ടിക്കകത്തെ വിസ്മയം കണ്ട് അമ്പരന്ന് അന്താളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു ദുരന്തപരമായിട്ടുള്ള രീതിയിൽ എത്തപ്പെട്ടത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അത്രമാത്രം ചീഞ്ഞളിഞ്ഞ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽപ്പെട്ട്, വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിൽപ്പെട്ട് ഉഴറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനെ കുറച്ചുകൂടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ബഹുമാന്യനായ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. എങ്കിൽ വസ്തുത അതല്ല, അതിനേക്കാൾ മോശപ്പെട്ട സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അതെന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, കാത്തിരുന്ന് കാണാമെന്നതാണ് CPM പ്രതിനിധി പറയുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികൾ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ചിലപ്പോൾ യാത്രക്കിടയിൽ 50 സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടന്നില്ല. 24 മണിക്കൂർ എന്ന വാക്ക് പാലിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ടോ? ശ്രീമതി, പറഞ്ഞോളൂ. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ രേണുക
ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു അർത്ഥശങ്കക്കും ഞങ്ങൾക്കിടയില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി 24 മണിക്കൂറിനകം ഇവിടെ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ ശക്തമായ രൂപത്തിലുള്ള ജനവികാരം അവർക്കെതിരായിട്ട് ഉണ്ട് എന്നതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് കാണാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിനാണ് അകത്താണ് അനൈക്യം എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. ഇവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ ജി സുധാകരൻ ആരുടെ കൂടെയാണ് ഇപ്പോൾ? എന്താണ് അദ്ദേഹം രാഷ്ട്രീയ നിലപാടെടുത്തത്? ഐഷ പോറ്റിയെ പോലെ, ജി സുധാകരനെ പോലെ, അതോടൊപ്പം തന്നെ പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുള്ള പിന്നെ PV അൻവർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ശശി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ പാർട്ടിക്കകത്ത് കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയന്റെ തട്ടകം ഉൾപ്പെടെയുള്ള തട്ടകത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് മാത്രമല്ല, CPIM-ന്റെ ഏരിയ സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നതിൻ്റെ ആരോപണത്തിന്റെ ഭാഗമായി അവിടുത്തെ MLA-ക്കെതിരായി വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രൂപത്തിലേക്ക് ആ പാർട്ടി എത്തി നിൽക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് മുമ്പിലാണ് അവർ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങളൊക്കെ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ മതി, പക്ഷേ നിയമസഭയിൽ ഞങ്ങൾ കയറും. UDF തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കും. 100-ലധികം സീറ്റുമായി ഈ തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിന്റെ വാക്കിലും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ് ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം എന്നത് അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്ന് പറയുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നു. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ അഡ്വാൻറ്റേജ് ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ പോലെ ഒരു വിശാല ജനാധിപത്യമുള്ള പാർട്ടിക്കകത്ത് പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ദീർഘമായ സമയങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടി 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുകയും ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ് സംബന്ധിച്ച് തർക്കം നിങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം? ഞങ്ങൾ ജയിച്ചത് ഈ രണ്ടാം ഘട്ട LDF ഭരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് അതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജയിച്ചത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയും പാലക്കാടും നിലമ്പൂരും. ഞങ്ങൾ നേടിയ വിജയം എന്താണ്? ജനങ്ങൾ തന്ന വിജയമാണ്. ചേലക്കരയിൽ 40,000-ൽ പരം വോട്ട് ജയിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങളത് അവരുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്ന നമുക്കറിയാൻ സാധിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വടക്കേ മലബാർ ഉൾപ്പെടെ CPM കോട്ടകളിൽ ഓരോ സ്ഥലത്തും വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിയത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആ കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ പഞ്ചായത്തുകൾ ഞങ്ങൾ ജയിച്ചു, മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ജയിച്ചു, കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചു, ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു. വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പല കോട്ടകളും കണ്ണൂർ ഉൾപ്പെടെയുള്ള പല കോട്ടകളും CPM-ന് തകർന്ന രൂപത്തിലേക്കുള്ള വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾക്ക് എതിരായി ഇവർ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ PR വർക്കിലൂടെ അതോടെ മോഹൻലാലിനെ ഉപയോഗിച്ച് ഇന്റർവ്യൂ നടത്തി, സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ഇന്റർവ്യൂ നടത്തിയും വലിയ രൂപത്തിലുള്ള ഒരു പരസ്യങ്ങൾ നൽകിയും PRDയെ LDF UDF പ്രചരണായുധമാക്കി ഉപയോഗിച്ചും കോടിക്കണക്കിന് രൂപയുടെ കോടാനുകോടി രൂപയുടെ PR വർക്കിന്റെ ഭാഗമായി നിങ്ങൾ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ മുഖം നഷ്ടപ്പെട്ടു തന്നെ ഇരിക്കും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമാകും. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ രൂപത്തിൽ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും. എല്ലാ മേഖലയും പരാജയപ്പെട്ട സർക്കാർ, ആരോഗ്യരംഗം ഇതുപോലെ തകർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ തൊഴിലില്ലാത്തൊരു അവസ്ഥയിലേക്ക് കേരളത്തിൽ തള്ളിവിട്ടില്ലേ? ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? അതോടൊപ്പം തന്നെ മറ്റ് ക്രമസമാധാന രംഗം ഏറ്റവും ഒടുവിൽ ആളുകളെ പട്ടാപ്പകൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇവിടുത്തെ ആളുകൾ മാറുന്നു. അതോടൊപ്പം തന്നെ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കേരളത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങളുമായി ഇവിടെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളുണ്ട്. എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? ഇവിടുത്തെ നിങ്ങൾ കാസർഗോഡ് നോക്കൂ, നിങ്ങൾ മലപ്പുറത്ത് നോക്കൂ, ഗുജറാത്തിൽ BJP സംഘപരിവാർ പറയുന്ന കാര്യമാണ് സജി ചെറിയാനെ പോലുള്ള ഒരു മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ശ്രീ റിജിൽ മാക്കുട്ടി, ഇനി ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോലും സമയമുണ്ടോന്ന് അറിയില്ല. കാരണം പ്രചരണത്തിന് അത്രയും ഒന്നും സമയമില്ല. നിങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രചരണത്തിനുള്ള സമയം പോയിട്ടില്ല. ശ്രീ രേണുകക്ക് ഒരു ആശങ്കയും വേണ്ട. അതെ,
സമയം നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നടത്തിയാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ആ രൂപത്തിൽ പ്രചാരവേല നടത്തിക്കൊണ്ട് ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പരിസരം UDF അനുകൂലമായിട്ടുള്ള വലിയ രൂപത്തിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര, ആ യാത്രയോടുകൂടി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, ഞങ്ങളുടെ വികസനത്തിന്റെ രാഷ്ട്രീയം എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് കേരളത്തെ കാണുന്നത്, ഞങ്ങൾ ചെറുപ്പക്കാരോട് എന്താണ് അവരോട് പറയാനുള്ളത്, വളരെ കൃത്യമായി സ്പഷ്ടമായി സ്പെസിഫിക്കായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിന്റെ മറ്റ് വശങ്ങളിലേക്ക് കൂടി വരാം. പ്രാഥമികമായി ഞാൻ ഒരു മിനിറ്റ് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം പോലെ കാട്ടുകള്ളന്മാർ, ആ കൊള്ളക്കാരാണ് ഇടതുപക്ഷമെന്ന് സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കിയവരാണ് ഇവരെന്ന് പാർട്ടി സഖാക്കൾ, യഥാർത്ഥ പാർട്ടി സഖാക്കൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ബഹുസ്ഫുരണമാണ് ജി സുധാകരൻ എന്ന് പറയുന്ന CPM നേതാവ്. അതുകൊണ്ട് എല്ലാ തലത്തിലും ഇവർക്കെതിരെയുള്ള വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസ കുറവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിശക്തമായി നൂറിലധികം സീറ്റുമായി വരുമെന്നതാണ്, അല്ലെങ്കിൽ വനവാസം എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്നത് നമുക്ക് മുന്നിലുള്ള വാക്കാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചു വന്നേ മതിയാകൂ എന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ശ്യാംകുമാർ, നോക്കൂ, CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് റോഡ് ഷോ തുടങ്ങി പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ചിത്രത്തിലേ കാണുന്നില്ല NDA. ഒരു നേതാവിന്റെ പോലും പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളാണ് ആരോപണ വിധേയരായി ഇരിക്കുന്നത്. പക്ഷേ ഇതിപ്പോ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തന്നെ അടിയേറ്റോ? എൻ്റെ രേണുക എന്തൊക്കെയാ ചോദിക്കുന്നത്? എന്തായാലും ഞാൻ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ പറയാം. ആദ്യം എൻ്റെ പേരൊന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്നിക്കൽ ടീമിനോട് പറ. P. ശ്യാംരാജാണ്, ശ്യാംകുമാറൊന്നും അല്ല. ഞാൻ ന്യൂസ് 18 ആദ്യമായിട്ടല്ലല്ലോ, അപ്പോൾ അവരോടൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയും. ഒരു കാര്യം. 2, നോക്കൂ, തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ എത്രമാത്രം മുൻ തവണകളെ അപേക്ഷിച്ച് എത്രമാത്രം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ താങ്കളും മാധ്യമം എന്നുള്ള രീതിയിൽ ന്യൂസ് 18 കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂർ ശേഷമാണ്, 26 മണിക്കൂർ ശേഷമാണെന്നുള്ളത് നാളെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടാവും. വളരെ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. നോക്കൂ, ഇവിടെ കേരളത്തിൻ്റെ ഒരു പരിതസ്ഥിതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും മുൻപത്തെ പോലെയാണോ BJPയെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? മുൻപത്തെ പോലെയാണ് BJPയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നത്? അങ്ങനെയല്ല. വലിയ രീതിയിലുള്ള BJPയുടെ വിജയത്തെക്കുറിച്ചിട്ടും BJP എത്രമാത്രം മുമ്പോട്ട് പോകും, എവിടെ വരെ മുമ്പോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ചർച്ച നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുൻകാല പൊസിഷനിൽ നിന്ന് ഞങ്ങൾ ബഹുദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിലായിക്കോട്ടെ, ചർച്ചകളിലായിക്കോട്ടെ, ഞങ്ങളുടെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ബഹുദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാർ വരിക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇത്ര കാലം NDA എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ NDA എത്ര വലിയ രീതിയിലാണ് ഞങ്ങൾ വിപുലീകരിച്ചിട്ടുള്ളത് നോക്കൂ. ഇപ്പോൾ BDJS മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ 2020 ഞങ്ങളോടൊപ്പം വരുന്നു. ഇന്നിപ്പോൾ കുന്നത്തുനാട് അതിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ ഒരു രീതിയിൽ NDA എന്ന് പറയുന്നത് ഞങ്ങളുടെ സംവിധാനവും വലിയ രീതിയിൽ വിപുലീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ തരത്തിലുള്ള, അതായത് കേരളത്തിലെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ UDF-ഓ അല്ല, യഥാർത്ഥത്തിൽ വികസനവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കേരളം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ കേരളത്തെ തച്ചു തകർത്ത ഇടതുപക്ഷത്തെയും UDF-നെയും അതിന് പകരം മറ്റൊരു മൂന്നാം മുന്നണിയായിട്ട് NDA കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഒന്ന്, എന്തിനാണ് ഈ ഇരു മുന്നണികളെയും തിരഞ്ഞെടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നുണ്ട്, എന്താണ് UDF-ന്റെ കാലഘട്ടത്തിൽ ഒരുപാട്, LDF-ന്റെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ശബരിമല വിഷയമായിക്കോട്ടെ, വിലക്കയറ്റമായിക്കോട്ടെ, പെട്രോളിന്റെ സെസ് ആയിക്കോട്ടെ, അങ്ങനെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള അനവധിയായിട്ടുള്ള വിഷയങ്ങൾ നടന്നു. മറുവശത്ത് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള രീതിയിൽ ഇവരുടെ ജോലി എന്താണ്? ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള രീതിയിൽ ഇവർക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? എല്ലാ തവണയും പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇവരെവിടെ നിർവഹിച്ചു എന്ന് ജനങ്ങൾ പറയട്ടെ. ജനങ്ങൾ അതിന് തീർച്ചയായിട്ടും വിധി എഴുതുക തന്നെ. ഇപ്പൊ ശബരിമല വിഷയത്തിൽ, ശബരിമല സമരത്തിന് മാത്രമായിട്ട് ഞാൻ പറയാം. ശബരിമല സമരത്തിന്റെ തുടക്കത്തിൽ, ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നത് അതിന് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു തരണമെങ്കിൽ തിരുത്താം. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ അവരുടെ നിലപാട് എവിടെയാണ്? അടൂർ പ്രകാശിന്റെ പേര് വന്നപ്പോൾ, സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ, എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു എന്ന്.
അങ്ങനെ ഏതൊരു വിഷയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യലും അവസാനം അഡ്ജസ്റ്റ്മെന്റിനും ഒക്കെ അപ്പുറത്തേക്ക് എന്താണ് നടന്നിട്ടുള്ളത്? അതിനർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ LDFനെയും അതോടൊപ്പം തന്നെ UDFനെയും ജനം മടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി ഒന്നാലോചിച്ച് നോക്കൂ, ഇങ്ങനെ പച്ചയ്ക്ക് മതവർഗീയത പറയുന്ന ഒരു മുന്നണി ഈ രാജ്യത്ത് തന്നെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ KM ഷാജി എന്താ പറയുന്നത്? KM ഷാജി പറയുന്നത് ഈ തവണ UDF തിരിച്ചു ഭരണത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ 9-10 വർഷം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ UDF, കോൺഗ്രസ്, അവരോടൊപ്പമുള്ള കേരള കോൺഗ്രസ് ഒക്കെ ഭരണത്തിലെത്തുന്നത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടുള്ള അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനാണെന്ന്. ഒന്നാലോചിക്കണം. മതമാണ് പ്രശ്നമെന്ന് ഉറച്ച് വീണ്ടും ഉറക്കെ പറയുന്ന ഒരു മുന്നണി ഈ ലീഗിന്റെ ഈ ശബരിമലയായാലും മറ്റു വിഷയങ്ങളായാലും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒക്കെ നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയമാണ്. ഈ അഡ്വാൻറ്റേജ് ഉണ്ട് എങ്കിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായി കൊണ്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്? ചിലയിടങ്ങളിലൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുമ്പ് ചുവരെഴുത്തിനുള്ള അനുമതിയൊക്കെ കൊടുത്തു പ്രചരണമൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസ് വിട്ടുവന്ന ബാബു ദിവാകരനെ, സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വിട്ടുവന്നയാളെ ഷോളിട്ട് സ്വീകരിച്ച് കുന്നത്തുനാട് മത്സരിപ്പിക്കും എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം നമ്മൾ കണ്ട കാഴ്ച. അപ്പോൾ അവിടെ നിന്ന് വരുന്നവരെ സ്വീകരിക്കുക, ഷാൾ അണിയിക്കുക എന്നതിനപ്പുറം നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പ്രശ്നം? ഒന്ന് നോക്കൂ, ഇത്ര കാലം പറഞ്ഞിരുന്നില്ലാതെ നാളെ പുതിയ വിഷയം ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റുമോ? കഴിഞ്ഞ 10 വർഷം എന്താണോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്താണോ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത് ആ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. അല്ലാതെ ഇപ്പൊ പുതിയ വിഷയം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? എന്താണോ പറഞ്ഞു വന്നിരുന്നത് അത് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. പിന്നെ ഇവിടെ കുന്നത്തുനാട് ഉണ്ടായിട്ടുള്ള വിഷയം വെച്ചാൽ ഇന്ന് പറവൂര് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിന് MLA-ക്കെതിരെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം കുന്നത്തുനാട് പോയി. അതിന് രേണുകയോട് പറഞ്ഞിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, ന്യൂസ് 18 പറഞ്ഞിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറ്റും. സ്ഥാനാർത്ഥികൾ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് എത്ര മണിക്കൂറായി? അതിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് വിഷയം തരാം. ഇപ്പൊ LDFനെ പോലെ ഞങ്ങൾക്ക് ഈ ഇവിടെ ഇരുന്നിട്ട് മറ്റേ പാന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി, പാന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ദേശീയ കമ്മിറ്റിയും അല്ല. ഞങ്ങൾക്ക് അതിനൊരു സിസ്റ്റം ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. അത് ഇവിടെ നിന്ന് കൃത്യമാണ് കോൺഗ്രസ് പറയുന്നു. എത്ര മണിക്കൂറിനകം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ശ്യാംരാജിന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും നേതാക്കൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? രേണുക അത് പറയുന്നു. രേണുക ഇത്ര ടെൻഷൻ അടിക്കല്ലേ? രേണുക അതിന് ഇത്ര ടെൻഷൻ അടിക്കല്ലേ? എത്ര മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നതാണോ കാര്യം ഇരിക്കുന്നത്? അത് ജയിക്കുന്നതാണോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതാണോ കാര്യം? ഇത് വരും. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വരും. അത് ഇവിടെ ചാനലിൽ എന്നിട്ട് പറയേണ്ട ആൾ ഞാനല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും, കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ, ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ ഇത് വരിക തന്നെ ചെയ്യുമെന്നേ. അതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം പോലല്ലോ. ഇപ്പൊ 24 മണിക്കൂറിനകത്ത് വരും എന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയണം നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ വരും, കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടതാണ്. ഇവിടെ സ്ഥാനാർത്ഥിനെ 24 മണിക്കൂറിനാണോ 22 മണിക്കൂറിനാണോ 10 ആണോ 12 ഇതൊന്നും അല്ല മാറ്റർ എന്ന് പറയുന്നത്. ഏത് വിഷയം വെച്ചിട്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, ജനങ്ങൾ ആ വിഷയങ്ങളെ എങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, ഫൈനൽ വരുന്ന റിസൾട്ടിൽ വോട്ട് എണ്ണി കഴിയുമ്പോൾ റിസൾട്ട് എന്താണ്, ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്. അല്ല സ്ഥാനാർത്ഥി മണിക്കൂറുകൾ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശരി, താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ. അല്ല, കേട്ടില്ല. രേണുക ഒറ്റയ്ക്കായിരുന്നു. രേണുക ഒരു കാര്യം ഒന്ന്, നിങ്ങളുടെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് എനിക്ക് നിങ്ങൾ എന്താ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ എനിക്ക് എന്റെ ഇയർഫോണൊക്കെ മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞിട്ട് ഇനി അതാണ് BJP പ്രതിനിധി പറഞ്ഞതെന്ന് രേണുക പറയരുത്. ഇല്ല, താങ്കൾ അത് കേട്ടില്ലല്ലോ. ഞാൻ താങ്കൾ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് അങ്ങനെയാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞതെന്ന് രേണുക പറയേണ്ടതില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് ചെറിയ സംസ്ഥാനമാണ് വലിപ്പത്തിലെങ്കിൽ പോലും ഈ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്.
അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരാണ്. നമുക്കറിയാം 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം സംഭവിച്ചിരുന്ന നാടാണ്. പക്ഷേ അത് ഇപ്പോൾ തുടർ ഭരണത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഹാട്രിക് തികയ്ക്കുക എന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ലക്ഷ്യം. അത് മുന്നിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. ഒപ്പം തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ, അത് കേരളത്തിലെ സാഹചര്യത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാഹചര്യം നോക്കിയാൽ പോലും ഏറ്റവും അത്യാവശ്യമായ ഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചുവരവ് എന്നത്. BJPയെ സംബന്ധിച്ച് ഒരുപാട് കാത്തിരിപ്പായി. കേന്ദ്രം പോലും കൈവിട്ടോ എന്ന് തോന്നിപ്പോവും. പ്രധാനപ്പെട്ട നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവും ഒരു പ്രഖ്യാപനവും ഇല്ലാതെ അവർ തിരിച്ചു പോകുന്നതും കാണുമ്പോൾ കേന്ദ്രം പോലും കൈവിട്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആവശ്യത്തിന് സമയം ജനങ്ങളെ കാണാൻ, നേരിട്ട് കാണാൻ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് വരുന്നത് ഈ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. കാരണം ആവശ്യത്തിൽ കൂടുതൽ പ്രചരണം ഇപ്പം സ്ഥാനാർത്ഥി അടിസ്ഥാനത്തിലല്ല എങ്കിൽ പോലും രാഷ്ട്രീയ കക്ഷികൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്ന് യാത്ര നടത്തിയും സമ്മേളനം നടത്തിയും റോഡ് ഷോ നടത്തിയും എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞ് ഓൾറെഡി. ഇനിയിപ്പോൾ വേണ്ടത് മണ്ഡലം തിരിച്ച് സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ഒരു ചിത്രം വരികയും മണ്ഡലം അനുസരിച്ചുള്ള വികസന അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുകയും പ്രകടന പത്രികകൾ മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോവുകയും. ഒരു 23-24 ദിവസങ്ങൾ എന്നത് ന്യായമായ സമയമാണ്. അതിൽ കൂടുതൽ ഒരു ഇൻറ്റൻസിറ്റി പിടിച്ചു നിർത്താനാവില്ല. ഒരു ഘട്ടത്തിലും ഒരേ ഇൻറ്റൻസിറ്റിയിൽ 23-24 ദിവസമൊക്കെ ഈ സമയത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഏറെ സമയം ലഭിക്കുന്നില്ല എന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അവിടെ ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ഏറെ സമയം എടുത്തുകൊണ്ട് ഒരുപാട് ചർച്ചകളിലൂടെ ഇനിയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങാനാണ് എങ്കിൽ ഒരുപക്ഷെ ഇനി മുതലുള്ള വിലപ്പെട്ട സമയം നഷ്ടപ്പെടും. ഇടതുപക്ഷം അതിൻ്റെ മിക്ക സ്ഥാനാർത്ഥികളെയും മിക്ക ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉടനെ രംഗത്ത് വന്നു, അല്ലെങ്കിൽ ഉടനെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനില്ല. ഒരുപക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്ഥാനാർത്ഥികളെ കണ്ടതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് മിനുക്കുപണികൾ, ഇന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഏറ്റവും യോജിച്ചൊരു സ്ഥാനാർത്ഥി ഇപ്പം തന്നെ ധാരണ ഉണ്ടായിട്ടുണ്ടാവും, അല്ല എങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം വൈകി നിൽക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് കളമറിഞ്ഞ് കളിക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ലേശം വൈകി വരിക എന്നതാണ്. ലേശം വൈകുന്നു എന്ന് പറയുന്നത് വളരെ വൈകുന്നു എന്ന് അർത്ഥം ആക്കേണ്ടതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യത്തിൽ UDF, LDF, BJP സംവിധാനങ്ങൾ തമ്മിലൊരു ഐക്യമുണ്ട്. കാരണം ഒരു മാറ്റമുണ്ടാകണം. ഭരിക്കുന്ന LDF ആണ് പറയുന്നത് കേരളം വികസിക്കണം, മാറ്റമുണ്ടാകണം. മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ചാലകശക്തിയായി ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ ഇത്രയും കാലം മാറ്റത്തിന് വേണ്ടി നിന്നു, ഇനിയും മാറ്റത്തിനാണ്. UDF പറയുന്നു ഞങ്ങൾ വരും, സമസ്ത രീതിയും അഴിച്ചുപണിയും മാറ്റങ്ങളാണ്. BJP പറയുന്നത് എന്താണ്? UDF-നും LDF-നും ഏറെ അവസരങ്ങൾ കേരളം തന്നില്ലേ, ഞങ്ങൾക്കൊരു അവസരം തരൂ. UDF, LDF സംവിധാനങ്ങൾ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു പുതിയ അവസരം പുതിയൊരു പാർട്ടിക്ക്, പുതിയൊരു മുന്നണിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ബലാബലം നിൽക്കുന്നത്? രാഷ്ട്രീയ ചിത്രം വ്യക്തമായി കേരളത്തിനറിയാം. കാരണം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ജനറലി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതൊരു വ്യക്തി കാരണമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം സവിശേഷതയല്ല. 10 വർഷം തുടർച്ചയായി ഒരു മുഖ്യമന്ത്രി ഒരേ മുന്നണി ഭരണം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആൻറ്റി ഇൻകംബൻസി മറികടക്കാൻ എത്രത്തോളം പുതിയ വികസന പദ്ധതികൾ കൊണ്ടുവന്നാൽ മതിയാവും? ഈസ് ഇറ്റ് ഇനഫ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതാണ് ഒരു വശത്ത്. മറുവശത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം ആർക്കെടുക്കാൻ കഴിയും? ഭരണവിരുദ്ധതയുടെ പ്രയോജനം ട്രഡീഷണലായി UDF-നാണ് ലഭിക്കുന്നത്. പക്ഷേ അതുപോലെ ചില നഗരമണ്ഡലങ്ങളിലെങ്കിലും വയബിൾ ഫോഴ്സായി ഇപ്പോൾ BJP-യും NDA സംവിധാനവും കടന്നു വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലും തൃശ്ശൂരും പാലക്കാടും അങ്ങ് കാസർഗോഡ് മേഖലയിലും ഒക്കെ തന്നെ അതിശക്തമായ സാന്നിധ്യം BJP ഈ അടുത്ത കാലത്ത് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റ്, ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഈ ആരെയാണ് സഹായിക്കുന്നത്? രണ്ടായി ചെതിരെ പോകുമ്പോൾ ആൻറ്റി പിണറായി, ആൻറ്റി LDF, ആൻറ്റി ഗവൺമെൻറ് വോട്ടുകൾ കൃത്യമായി ചിതറിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടത് ഭരണപക്ഷത്തിന് തന്നെയാണ്. അങ്ങനൊരു ചിന്ത കൂടിയുണ്ട്. അതുകൊണ്ട് എങ്ങോട്ടാണ് വോട്ടുകൾ ഒഴുകുന്നത്, അതിനുള്ള പ്രചരണ തന്ത്രങ്ങൾ എന്താണ്? ഒരു നെഗറ്റിവിസ്റ്റ് ക്യാമ്പയിൻ മാത്രം, ഭരണവിരുദ്ധത എന്നത് ഒരു നെഗറ്റിവിസ്റ്റ് അർത്ഥത്തിൽ മാത്രം പറ്റുമോ, അതോ ഒരു പോസിറ്റീവ് അജണ്ട കൃത്യമായി പറയാനാവുമോ? ഇവിടെ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന അജണ്ടകൾക്ക് പുറമെ എന്താണ് ഇനി പറയാനാവുക? കൃത്യമായ പ്രകടന പത്രികയുമായിട്ട് വരാൻ സാധിക്കുമോ? അതാണ് ചോദ്യം. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി 2 പ്രാവശ്യം കേരളത്തിൽ വന്നു. തിരുവനന്തപുരം ജനങ്ങളോട്, കോർപ്പറേഷൻ അധികാരത്തിലെത്തിയ ജനങ്ങളോട് BJP കൊടുത്ത പ്രോമിസ് നിറവേറ്റിക്കൊണ്ട് താൻ വരും, തങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. വന്നു, കണ്ടു, പോയി. പക്ഷേ
തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കാനുള്ള ഒരു ഒന്നാന്തരം അവസരം ഒരു പക്ഷേ ലഭിച്ചില്ല, നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാവും ശരി. കൊച്ചിയിൽ വന്നപ്പോഴും ഒരു പ്രത്യേക പദ്ധതിയുമായി അല്ല വന്നത്, ഒരു വലിയ ഒരു സ്വപ്നം നെയ്തു, അത് നൽകി. പക്ഷെ അവിടെ അവസരം ഒരു പക്ഷേ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറ്റില്ല, ഇനിയിപ്പോൾ പെരുമാറ്റച്ചട്ടം വന്നു കഴിയുന്നു, അതുകൊണ്ട് ഇനി പറ്റില്ല. അതുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷ നൽകാൻ സാധിക്കുമായിരുന്ന ഒരവസരം BJP നഷ്ടപ്പെടുത്തി. UDF സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രകടന പത്രിക 5 ഇനങ്ങൾ, രാഹുൽ ഗാന്ധി പറഞ്ഞ 5 ഇനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകും, അത് ഒരു ഭരണത്തിലിരുന്നു കൊണ്ട് LDF പറയുന്നതിനേക്കാൾ മെച്ചമായി ജനം കരുതുമോ എന്നതാണ് ഒരുപക്ഷെ സംസാരിക്കുന്നത്. പിന്നെയുള്ള പ്രധാന വിഷയങ്ങൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്, അക്രമവുമായി ബന്ധപ്പെട്ട്, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട്, ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള വിഷയങ്ങളാണ്. അത് എത്രത്തോളം ജനങ്ങളിൽ ട്രാക്ഷൻ ലഭിക്കും എന്നതും ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ സമഗ്രമായ രാഷ്ട്രീയ ചിത്രം ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടൂ. ശരി, തിരിച്ചെത്താം ഞാൻ താങ്കളിലേക്ക്. ശ്രീ സുനിൽകുമാർ, ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുക എന്ന ഒരു തീരുമാനം എടുത്തതോടുകൂടി തന്നെ അതിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടതില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഷംസീറിനും MM മണിക്കും മാത്രമാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടതെന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും സിറ്റിംഗ് MLA-മാരാണ്. മറ്റൊന്ന്, ഘടകകക്ഷികളുമായി അനാവശ്യ ചർച്ചകളിലേക്ക് പോകുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ആരുടെയും സീറ്റ് ഏറ്റെടുക്കാനോ മാറ്റം വരുത്താനോ ഉള്ള ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഇന്നത്തെ പ്രഖ്യാപനം വരുമ്പോൾ അതാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് പോലും കാത്തിരിക്കാം എന്ന ഒരു തീരുമാനം ആന്റണി രാജുവിന്റെ കാര്യത്തിൽ എടുക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതൊരു അഡ്വാൻറ്റേജായി മാറിയോ? ഈ തൽസ്ഥിതി തുടർന്നു പോവുക എന്നത് ഒരു അഡ്വാൻറ്റേജ് ആയോ? പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനും അതാണോ നിങ്ങൾക്ക് ഒരു വേഗം നൽകിയ ഘടകം? നോക്കൂ, ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാം. അതിനു മുൻപ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് യാദവകുലം തമ്മിലടിച്ച് തകർന്നു നിൽക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇന്ന് കോൺഗ്രസും UDF-ഉം. അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി CPM-മായി കലഹിച്ച് അല്ലെങ്കിൽ അധികാര ത്വരമൂത്ത് ആരെങ്കിലും CPM-നെ തള്ളിപ്പറഞ്ഞ് ഏതെങ്കിലും പാളയത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന യാതൊരുവിധ പ്രശ്നമേ അല്ല. അത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. പക്ഷേ അദ്ദേഹം പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സീറ്റ് കിട്ടാത്ത ചില നേതാക്കന്മാരുടെ ഒത്താശ പിടിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്നത്. എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കടക്കം അല്ലെങ്കിൽ പ്രേക്ഷകർക്കടക്കം സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. കെ സുധാകരനും ഷുക്കൂറും അതുപോലെ തന്നെ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും നടത്തുന്ന തമ്മിലടിയും ചക്കളത്തി പോരാട്ടവും താൻ കണ്ടില്ല. അതിൽ CPM-നെ മാത്രമേ താൻ കണ്ടു എന്ന് പറയുന്നത് ഒറ്റ കന്നഡ വെച്ച് ഈ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ്. അത് പക്ഷപാതപരമായ കന്നഡ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതങ്ങ് മാറ്റിവെച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ പിടികിട്ടും. അറിയാമല്ലോ, കേരളത്തിലെ മുഴുവൻ DCC ഓഫീസുകൾക്ക് മുന്നിലും മണ്ഡലം കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും ഇന്ന് പോസ്റ്റർ യുദ്ധമാണ്. എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? കോഴിക്കോടുള്ള സ്ഥാനാർത്ഥി തെക്കൻ ജില്ലയിലേക്ക് വന്നാൽ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി മുഴുവൻ മാധ്യമങ്ങളിലൂടെയും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ മുട്ടുകാല് തല്ലിയൊടിക്കും. പിന്നെ പടവി തേഞ്ഞ ചില ആരോപണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി CPM-നെതിരായിട്ടൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മേഖല അന്തർദേശീയ പുരസ്കാരങ്ങളടക്കം ഏറ്റുവാങ്ങിയ താലൂക്ക് ഓഫീസിൽ ഡയാലിസിസ് നടക്കുന്ന ഒരു ആരോഗ്യ മേഖലയാണ്. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ മരുന്ന് പോയിട്ട് കമ്പൗണ്ടർ പോലും ഇല്ലാതിരുന്ന ഒരു നാടായിരുന്നു ഈ നാട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നെ തൊഴിൽ മേഖലയെ കുറിച്ച് പറഞ്ഞു. 3,773 തൊഴിൽ ദാഹിരെ അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളെ PSC വഴി ജോലി കയറ്റിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. അത് ഈ നാടിന്, ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതല്ലാതെ ഓണപരീക്ഷ വന്നിട്ടും പാഠപുസ്തകം സുരേഷ് കുമാർ, അവിടെ 1ാം റാങ്കുകാർ പോലും ജോലി കിട്ടാത്ത സാഹചര്യം അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ലിസ്റ്റിൽ ഉള്ള കാര്യം നമ്മൾ വാർത്തയായി കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോ CPM-ൽ കണ്ണൂരിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള തർക്കം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. മഞ്ചേശ്വരത്ത് ഉണ്ടായിരുന്നു. അവിടെ ഒന്നും തന്നെ ഈ എതിരഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്നതാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കാണുന്നത്. അപ്പോൾ പലയിടങ്ങളിൽ പയ്യന്നൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ.
ഒപ്പം പേരാവൂരിൽ കെ ശൈലജ ടീച്ചറെ അങ്ങോട്ട് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. ഒരിടത്തും തിരുത്ത് താഴെത്തട്ടിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തിരുത്ത് എവിടെയും കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ റിസൾട്ടിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. രേണുക ഞാനൊന്ന് പറഞ്ഞോട്ടെ. യാദവ കുലം പോലെ തമ്മിലടിച്ച് തലതല്ലി കീറുന്ന കോൺഗ്രസിനെ രക്ഷിക്കുന്നതിന് വേണ്ടി രേണുക ഒരു ചെറിയ കൈത്താങ് നടത്തുന്നതിൽ തെറ്റില്ല. അതൊരു തെറ്റായി ഞാൻ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം തുടങ്ങിയ സഖാക്കൾ അവരവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചു. എവിടെയാണത് തമ്മിലടി ഉണ്ടായത്? എവിടെയാണൊരു കുഴപ്പമുണ്ടായത്? ഞങ്ങളെ സംബന്ധിച്ച് ആശയപരമായ ചില കാര്യങ്ങളിൽ തർക്കമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു വ്യക്തതയില്ല. ഒരിടത്തും അത്തരത്തിലുള്ള ചർച്ച ഉണ്ടായിട്ടില്ല. പാർട്ടി ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ നിരത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോ തീരുമാനിച്ച് കൃത്യമായി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ സന്തോഷകരമായി ആ റോഡ് ഷോ നടന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് മുന്നിൽ ഈ വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഞങ്ങളാകെ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു, വികസനത്തിന്റെ നായകന്മാർ ഞങ്ങളാണ്, അതിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഞങ്ങളാണ്. എന്ത് കോപ്പാണ് ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിൽ ഈ BJP-യുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്? എയിംസ് കോഴിക്കോട് വരുമെന്ന് പറഞ്ഞു, ആലപ്പുഴ വരുമെന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങൾ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സേവനം ലഭ്യമാകാൻ യോഗ്യരല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ചാനലിന്റെ മുമ്പ് വന്ന് വീരസ്യം പറയാൻ നാണമില്ലേ? ഈ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. ട്രംപിന്റെ മുമ്പ് മുട്ടുമടക്കി ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ അടുപ്പുകൾ കത്താതിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഹോട്ടലുകൾ അടച്ചുപൂട്ടി സമസ്ത മേഖലയിലെയും തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവരവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി നെട്ടേട്ടമാടുന്ന കാലമാണ്. എന്നിട്ട് വന്നിരുന്ന് വീരസ്യം പറയുകയാണ്. നാണമില്ല ഈ BJP-യുടെ പ്രതിനിധിക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ? വസ്തുത ഒന്നാണെന്നിരിക്കെ ആ വസ്തുതയെ പാടെ മറച്ച് ഇവിടെ ഇപ്പോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോളിയൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല ആഘോഷങ്ങളും നടക്കുമ്പോൾ ഈ ചേരി പ്രദേശങ്ങൾ മറക്കുന്നത് പോലെ, വിദേശ പ്രതിനിധികൾ വരുമ്പോൾ ചേരി പ്രദേശം മറക്കുന്നത് പോലെ, ഉത്സവങ്ങൾ നടക്കുമ്പോൾ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ മറക്കുന്നത് പോലെ നിങ്ങൾ എത്ര കാലം വസ്തുത മറച്ചു വെച്ച് മുന്നോട്ട് പോകും? നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും, 16 ഇഞ്ച് വീതിയുള്ള നെഞ്ചിന്റെ ഉടമയാണ് ഈ രാജ്യം ഭരിക്കുന്നത്, ഡബിൾ എഞ്ചിൻ സർക്കാരാണ് എന്നൊക്കെ നിലയിലുള്ള വീരസ്യം നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വേദന അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഫാക്റ്റ് ആണ്, വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? നോക്കൂ, ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രത്യക്ഷമായി എന്ത് കണ്ടു എന്നൊരു ചോദ്യം താങ്കൾ ചോദിക്കുന്നു. TI മധുസൂദനെതിരെ രംഗത്ത് വന്നത് കുഞ്ഞികൃഷ്ണനാണ്. അവിടെ ഇനി ഏതൊക്കെ അദ്ദേഹം തന്നെ മത്സര രംഗത്തുണ്ടാകുമോ എന്നതൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം. ആലപ്പുഴയിലേക്ക് വന്നാൽ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് G. സുധാകരനാണ്. ഇതിനപ്പുറം ആരെങ്കിലും തുറന്നു പറയേണ്ടതുണ്ടോ? പുറത്ത് ഇനി ഇതിലധികം അറിയേണ്ടതുണ്ടോ ഈ സാഹചര്യങ്ങൾ എന്നത് എനിക്ക് സംശയമാണ്. ജനങ്ങൾ കണ്ടതാണല്ലോ. ഒരു മിനിറ്റ്. G. സുധാകരൻ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. 4 തവണ വിജയിച്ചു. 10 വർഷം അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം നടത്തിയിട്ട് അതുപോലെ തന്നെ അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അതിന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യവും ഒക്കെ ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള അനുഭവങ്ങളും കേരളത്തിലേക്കുള്ള കാര്യങ്ങൾ, കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പോലും ആളുകളുടെ പേര് പറഞ്ഞ് അദ്ദേഹം വന്നതിന് മറുപടി പറഞ്ഞതാണല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണല്ലോ. സ്ഥാനം എത്ര കിട്ടി എന്നതല്ല, അവിടെ എന്ത് ചെയ്യുന്നു എന്നതാണ്. ഈ പാർട്ടിയുടെ, ഞാൻ പറഞ്ഞു തന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കണം, ഈ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ G. സുധാകരനോ അല്ല. ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ സ്വന്തം മക്കളെ പട്ടിണിക്കിട്ട് ചുവരെഴുതുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ഇൻകുലാബ് വിളിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരന്റെ പാർട്ടിയാണ് ഈ പാർട്ടി. അത് ആലപ്പുഴയിൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എത്രയോ നിങ്ങൾ തന്നെ അത് മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതാണ്. അത്തരം സഖാക്കൾ ഈ പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല ഈ കാര്യത്തിൽ. ഒരു സുധാകരനും ഒരു കുഞ്ഞികൃഷ്ണനും ഏതെങ്കിലും രൂപത്തിലുള്ള പ്രകമ്പനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് വിസ്മയം തീർക്കാൻ ഒരുമ്പെട്ടാൽ കാലം അവരുടെ കണക്ക് കാണിക്കുന്നത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നോക്കിക്കോളൂ. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മുടെ എല്ലാ അതിഥികൾക്കും സമയം കൊടുക്കണമല്ലോ. ശ്രീ റിജിൽ മാക്കുറ്റി, നോക്കൂ, താങ്കളുടെ മുഖത്തല്പം നിരാശയുണ്ടോ എന്നെനിക്ക് തുടങ്ങിയിരുന്നു. നോക്കൂ, നാളെ K. സുധാകരൻ ഡൽഹിക്ക് പോകും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കും. അങ്ങനെ ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് കരുതിയിരുന്നതെങ്കിൽ ഇനി
ആ പോക്ക് തന്നെ നടക്കുമോ? ഇനി അതിലൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ സുധാകരനെല്ലാം മനസ്സിൽ ഒതുക്കേണ്ടി വരുമോ? അങ്ങനെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ അതൊന്നും പറഞ്ഞു തീർക്കാനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ല കോൺഗ്രസിൽ. മാത്രവുമല്ല, ഘടകകക്ഷികളുമായി തന്നെ ഇനിയും ചർച്ചകൾ ബാക്കിയാണ്. കേരള കോൺഗ്രസുമായി ചർച്ച ബാക്കിയാണ്. അവിടെ ഒരു തീർപ്പായിട്ടില്ല. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആരെയൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും പുറത്തേക്കൊന്നും പ്രശ്നങ്ങൾ നീളാതെ? എനിക്കൊരു നിരാശയുമില്ല. കാരണം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നേടിയൊരു വിജയത്തിന്റെ വലിയ കൃത്യമായ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. സ്വാഭാവികം ശ്രീ കെ സുധ അദ്ദേഹം ചൊവ്വാഴ്ച ഡൽഹിയിൽ പോകാനും അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ആഭ്യന്തരമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ ഭാഗത്ത് നടക്കും, മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ ഭാഗത്ത് നടക്കും. അതിനകത്തും ഞങ്ങൾക്ക് ആശങ്കയില്ല. ഇപ്പറയുന്ന CPM എന്ന് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ട് പിന്നെ സുധാകരൻ ചൊവ്വാഴ്ച പോയി ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യം? അല്ല, അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ പറയുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളാവും. അത് നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. അത് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസമുണ്ട്. ആ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന തക്ക രൂപത്തിലുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും അതോടൊപ്പം ഈ സർക്കാരും നടത്തിയിട്ടുള്ള വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ PR വർക്കിന്റെ ഭാഗമായി ഇനി ഞങ്ങളല്ലാതെ ആര് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞങ്ങളല്ലാത്ത ആര്, സ്വർണം കക്കാൻ ഇനി ഞങ്ങളല്ലാത്ത ആര് എന്ന് ചോദിക്കും. ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്താൽ ഒരു പേസ്റ്റ് ഭാഗം ബ്രഷ് ഫ്രീ എന്ന് പറയും പോലെ സർജറി കഴിഞ്ഞാൽ കത്രിക ഫ്രീ ആണ് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തിന്റെ അവസ്ഥ എന്ന് ഞാൻ മാത്രം പറഞ്ഞല്ലോ. ഈ ഹാരിസ് എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ ഇടതുപക്ഷക്കാരൻ ഒരു ഡോക്ടർ, അദ്ദേഹം സർജറി ചെയ്യാൻ വന്ന ആളുകൾക്ക് സർജറി ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമങ്ങൾ വെച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ നാട് കണ്ടതല്ലേ. ഓരോ ആശുപത്രിക്കകത്ത് ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി മുദ്രാവാക്യം വിളിച്ചപ്പോൾ തലയുറ്റി വീണ് കഴുത്തിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പോയത്. ആ ആശുപത്രിയിൽ MRI സ്കാൻ ഇല്ലാതുകൊണ്ടാണ് പരിയാരത്തേക്ക് പോയത്. എക്സ്റേ യൂണിറ്റ് അതിന്റെ പേരിലാണ് അവർ അവിടെ പോയതെന്ന് പറയുന്നു. അതുകൊണ്ട് ആശുപത്രികൾ നിങ്ങൾ പരിശോധിക്കുക. ഫാർമസിസ്റ്റ് ഉണ്ടോ, ഡോക്ടർമാരുണ്ടോ, നഴ്സുമാർ, എത്ര PHSകൾ ഉണ്ട് നിങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ്? ഞാനൊരു കോർപ്പറേഷന്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഈ കോർപ്പറേഷനകത്ത് എന്റെ കോർപ്പറേഷനകത്തുള്ള PHSയിൽ പോലും ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇല്ലാത്ത എത്രയോ കണക്കുകൾ എന്റെ മുമ്പിലുണ്ട്. എന്നിട്ടാണ് പറയുന്നത് നമ്പർ 1 ആരോഗ്യ കേരളം. ഇത് ആരെ പറ്റിക്കാനാണ്? പരസ്യത്തിലൂടെ പറ്റും. പക്ഷെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. വിലക്കയറ്റം, സമീപകാല ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഈ നാടിന്റെ അവസ്ഥ? ജീവിക്കാൻ പറ്റുന്നുണ്ടോ ജനങ്ങൾക്ക്? മാത്രമല്ല 1,00,000 കോടി രൂപയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഇവർ കൊടുക്കാനുള്ളത്. എന്നിട്ടാണ് പറയുന്നത് എല്ലാം കൊടുത്തെന്ന്. തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ സർക്കാർ അവസാനിക്കുമ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമുക്ക് കട കാലിയാക്കാൻ പറ്റിയ ഓഫറാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് എന്തായി? അതുപോലെ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഓഫർ പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെ അവസാനത്തെ ഓഫറാണ്. ഈ ഓഫറൊക്കെ നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അതിശക്തമായ രൂപത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോവാണ്. ജനങ്ങളെ എല്ലാം തലത്തിൽ പൊറുതിമുട്ടിച്ച ഒരു സർക്കാരായി ഈ സർക്കാർ മാറി എന്നുള്ളതിന്റെ തെളിവല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട്? അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ വീണ്ടും വരും, ഞങ്ങൾ കക്കാൻ വരും, ഞങ്ങൾ മുക്കാൻ വരും എന്ന് പറയുന്ന ആളാണ്. ഇപ്പൊ ഇവർ പറയും രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കി എന്ന് പറയുമ്പോൾ ഒരു ഏരിയ സെക്രട്ടറിയാണ് പറഞ്ഞത്. അയാൾ ഈ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചത്. എന്നിട്ട് പറയാ കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ ഈ പാർട്ടിയോട് ലാൽസലാം പറഞ്ഞ 51 വെട്ടുവെട്ടി ഈ കൊന്നവസാനിപ്പിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ പാർട്ടി. എന്നിട്ട് പോലും അവിടെയുള്ള പാർട്ടി നേതാക്കന്മാർ പല പ്രാദേശിക തലത്തിലും ഇവർക്കെതിരായി കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ആ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് അതിശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറായ തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമല ടീച്ചറെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ഉണ്ടായ വിഷയങ്ങൾ കണ്ടില്ലേ? അവരാരായിരുന്നു? ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ ഷാജൻ പാറയിലിനെ കൊരക്ക് കൊടുത്തവരാണ്. അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവരാണ്. അവർക്കാണ് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. പാർട്ടി സഖാക്കൾ ഒന്നടങ്കം അവിടെയുള്ള ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ആളുകൾ ഫേസ്ബുക്കിലൂടെ, മുഖപുസ്തകത്തിലൂടെ ആ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണ വേല നടത്തിയിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ ശൈല ടീച്ചറെ എന്തിനാണ് പേരാവൂർ കൊണ്ട് മത്സരിപ്പിക്കുന്നത്? ശൈല ടീച്ചർക്ക് നിങ്ങൾ പറയുന്ന ജനപ്രതി ഉണ്ട് എന്ന് പറഞ്ഞ ആ ടീച്ചർ വടകരയിൽ അമ്പയെ പരാജയപ്പെട്ടില്ലേ? വീണ്ടും പരാജയപ്പെടുത്താനാണ് എവിടെ കൊണ്ടുപോയത്. ശൈലജ പരാജയപ്പെട്ട നേതാവാണ് തെളിയിക്കാനാണല്ലേ അവർ പേരാവൂർ പോലെ ഒരിക്കലും ജയിക്കാൻ സാധിക്കാത്ത പേരാവൂർ, ഒരിക്കൽ സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ട പേരാവൂരിൽ വീണ്ടും നിങ്ങൾ മത്സരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ നിങ്ങൾ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളൊക്കെ വെട്ടിനിരത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ചത്? അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾ നിങ്ങൾക്കെതിരായി പ്രതികരിക്കാൻ
പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു തർക്കവും വേണ്ട. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ അവരെ അവകാശങ്ങൾക്കെതിരായി നിങ്ങൾ കടന്നാക്രമണം നടത്തി. മാത്രമല്ല അവരെ ഈ RSS സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന അതേ ആളുകൾ ഇപ്പൊ നിങ്ങൾ CJP മുന്നണിയാണ്. ഇപ്പൊ BJP വക്താവ് പറയുന്നു നിങ്ങൾ പ്രതിപക്ഷമല്ലേ, നിങ്ങൾ എന്ത് ഒലക്ക പ്രതിപക്ഷം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് സമരം നടത്തിയത് ഈ ശബരിമല അയ്യപ്പന്റെ വിഷയത്തിൽ, നിങ്ങൾ എന്ത് സമരം നടത്തി? നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ BJP എന്ന് പറയുന്ന പാർട്ടി സമരത്തിന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സർക്കാരിനെതിരായി വിമർശിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ കൊള്ളക്കും ആ സർക്കാർ നടത്തുന്ന കുടിവെപ്പിലും കൂട്ടുന്ന ആളുകളല്ലേ നിങ്ങൾ? നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനല്ലേ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി? കാരണം എന്താ, DGP എന്ന് പറയുന്ന രവതാ ചന്ദ്രശേഖർ RSS നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സിൽ അംഗത്തെ ഇവിടെ DGP നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ പിണറായി വിജയൻ ഇവിടെ കൊള്ളിവെപ്പ് നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഒരു നടപടി നിങ്ങൾ എടുത്തിട്ടല്ലോ. കോൺഗ്രസ് ആയ മുഖ്യമന്ത്രിമാർക്കെതിരായി, നിങ്ങൾക്കെതിരായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കെതിരായി നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി കേജ്രിവാളിനെ പോലെ ജയിലിലിട്ടില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരായി തെളിവുണ്ടായിട്ട് പോലും നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ചു? കാരണം നിങ്ങൾ ഒരുമിച്ചാണ്. കാരണം CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന മുന്നണി ഇവിടെ കോൺഗ്രസിനെ UDF പരാജയപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ ജയിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ ബൈ ഇലക്ഷൻ ഞങ്ങൾ ജയിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ചാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചത്. ഈ ബന്ധം ഇങ്ങനെ പരസ്പരം ആരോപിക്കുകയാണ്. പ്രധാനമന്ത്രി വന്നു പോയപ്പോൾ മാവോ ബന്ധമൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ വിധിയെഴുത്തിന്. ശ്രീ ശ്യാംരാജ് നോക്കൂ, ഇവിടെ ഇപ്പോ 2016 നിങ്ങൾ അക്കൗണ്ട് തുറക്കുന്നു, 21 ആ അക്കൗണ്ട് പൂട്ടുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തൃശ്ശൂരിൽ ഒരു സീറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം നിങ്ങളെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അനുകൂല സാഹചര്യത്തിൽ അക്കൗണ്ട് വീണ്ടും തുറക്കാനാവുക എന്നതാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായില്ല എങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ തന്നെ വലിയ പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? നമുക്കറിയാം ഇവിടെ ഇപ്പോൾ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പ്രതിഷേധ രംഗത്ത് ഞങ്ങളാണ് ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് കിട്ടും എന്നതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതിൽ ഒരു ഭാഗമെങ്കിലും പ്രയോജനപ്പെടുത്താൻ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായി അത് മാറില്ലേ? രേണുക ഇടപെടല്ലേ? കാരണം കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് കൂടി എനിക്ക് മറുപടി പറയാനുണ്ട്. രേണുകയുടെ പെട്ടെന്ന് ഉത്തരം പറയാം. നോക്കൂ, ഇപ്പോൾ രേണുക പറയുന്നത് സീറ്റ് കിട്ടിയില്ല എങ്കിൽ എന്നാണ്. വോട്ട് എണ്ണുന്ന മെയ് 4-ാം തീയതി അല്ലേ? അന്നറിയാം. പിന്നെ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയല്ലോ, തൃപ്പൂണിത്തുറയും പാലക്കാട് നേടിയല്ലോ. അതിന് മുമ്പ് ഒരു MP ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് താമരചിഹ്നത്തിൽ ജയിച്ചല്ലോ. ആ രീതിയിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം തന്നെയായിരിക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് രേണുക ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. ഇനി CPM-ന്റെ പ്രതിനിധിയോട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ രാജ്യത്തെ ജനങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നില്ല, അതാണ് ഇതാണ്. നിങ്ങൾ എവിടെയാണ് ഈ രാജ്യത്തുള്ളത്? മാർക്കണ്ഡേയ കഡ്ജുവിന്റെ അടുത്ത് DYFI എന്നും പറഞ്ഞിട്ട് ഈ നിങ്ങളുടെ നേതാവ് പോയപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് ഈ രാജ്യത്തിലെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജസ്റ്റിസിന്, ഒരു ജഡ്ജിക്ക് പോലും DYFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്താന്ന് പോലും അറിയില്ല. ഈ പറയുന്ന 61 സീറ്റും വെച്ചിട്ട് സഖ്യകക്ഷികളില്ലാതെ കേരളത്തിൽ നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കേരളത്തിൽ പോലും നിങ്ങളൊന്നുമില്ല. നിങ്ങൾ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറയുന്നതിനപ്പുറം കുണ്ട്ര അണ്ടി ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ചുമ്മാ വലിയ വർത്താനം ഒന്നും പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ രാജ്യത്തെ ജനങ്ങള് BJP സ്വീകരിച്ചതുകൊണ്ടാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഞങ്ങളുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെയാണ് ഇടയ്ക്കേറല്ലേ രേണുക ഇടയ്ക്കേറലെന്ന്. അശേ, അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ നിങ്ങളൊന്നും വേണ്ടിയില്ലല്ലോ. വലിയ പരിഹാസം. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ താങ്കൾ വലിയ പരിഹാസമല്ലേ? സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ താങ്കൾ വലിയ പരിഹാസം. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, നിയമസഭയിൽ 0 നിങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പറയട്ടെ രേണുക, ഒന്നാമത് നിങ്ങളുടെ ടെക്നിക്കൽ സംവിധാനം മൊത്തം തെറ്റാണ്, പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ എന്താ പറയുന്നതെന്ന്. നിങ്ങൾ ഇതിന് കയറി ബഹളം കൂടി വെക്കാതിരിക്കൂ എന്ന് അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആവണ്ടേ ഇവിടെ? എനിക്ക് രേണുക പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല. അതിനെനിക്ക് വീണ്ടും ശബ്ദം ഉണ്ടാക്കി എന്താ ചെയ്യാ? രേണുക എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇടപെട്ടിരുന്നോ? താങ്കളുടെ ചോദ്യത്തിന് ആദ്യം ഉത്തരം തന്നിട്ടാണ് ഞാൻ ഇതിലോട്ട് കടന്നത്. താങ്കളുടെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിട്ടാണ് ഇതിലേക്ക് കിടന്നത്. അതെന്താ അദ്ദേഹം പറയുമ്പോൾ CPM-ന്റെ പ്രതിനിധി പറയുമ്പോഴത്തേക്ക് രേണുക എന്താ നിശബ്ദനായിട്ടിരിക്കുന്നത്? അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കുമ്പോൾ എന്തിനാണ് രേണുക ഇടപെടുന്നത്? എന്തിനാ? അത്ര കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. അത് ചർച്ചയാണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഈക്വലായിട്ട് സമയം കൊടുക്കാനും ഈക്വലായിട്ട് ഇടപെടാനുമുള്ള മാന്യത അവതാരക ദയവ് ചെയ്തിട്ട് കാണിക്കണം.
ഞാൻ പറഞ്ഞു വന്നത് ഇതിനാണ്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇവരുടെ പൊസിഷൻ എവിടെയാണെന്ന് തീരായി. ഞാൻ സംസ്ഥാനത്തിലോട്ടാണ് വരുന്നത്. കേരളത്തിൽ ഇവരുടെ പൊസിഷൻ എന്താ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥത്തിലെ പൊസിഷൻ എന്താ? 25% വോട്ട് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത്. ഒരു മുന്നണി സംവിധാനമില്ലാതെ ഇവർക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കുമോ? പിന്നെയാണ് ഇവർ വലിയ വർത്താനം കിടന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, നന്നായിട്ട് മനസ്സിലാക്കിയോ. ഞാൻ രാജ്യത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോലുമില്ല. പക്ഷേ ഈ സംസ്ഥാനത്ത് നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചർച്ച രീതിയിലേക്ക് വിളിച്ചു വിട്ടുള്ളത്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞുള്ളൂ ശബരിമല സമരത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്. എന്റെ റിജിലെ ഇവിടെ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ സമരം ചെയ്തിട്ട് ഞങ്ങളുടെ 16,000 പ്രവർത്തകർക്ക് മേലെ 10,000-ന് മേലെ കേസ് എടുക്കുന്നത്. അന്നത്തെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ 2012 ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന്റെ പേരിൽ 250 മേലെ കേസ് എടുക്കുന്നത്. ഈ തവണയും ഈ സ്വർണ്ണക്കൊള്ള നടന്നപ്പം BJPയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മഴ നനഞ്ഞിട്ട് ഒരു രാത്രിയും പകലും ഇരുന്നിട്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തത്. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? 2018 ശബരിമല സമയത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഷർട്ട് ചുളഞ്ഞ നേതാക്കന്മാരില്ല. ശബരിമലയ്ക്ക് പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു നേതാവ് പരിസരത്ത് കയറിയിട്ടില്ല. എന്നിട്ട് ഈ ഷർട്ട് ചുളങ്ങാതെ ഒരു തരി മണ്ണ് പോലും പറ്റാതെ ഇരുന്നിട്ട് നിങ്ങൾ വലിയ വർത്തമാനം പറയരുത്. ഏതോ 1-2 ദിവസം നിങ്ങളുടെ നേതാക്കന്മാർ എനിക്ക് തോന്നുന്നു ചെന്നിത്തലയാണ് അദ്ദേഹം സമരം അദ്ദേഹം നിരാഹാരം എന്നിട്ട് എന്തായി? അദ്ദേഹത്തിന്റെ നടുക്ക് അദ്ദേഹത്തിന് എഴുന്നേൽപ്പിച്ചു വിട്ടു. അവിടുന്ന് 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് കൂടെ അദ്ദേഹത്തിന് സമരം ചെയ്യാൻ വേണ്ടി പോലും സമ്മതിച്ചിട്ടില്ല. ഈ സമയത്ത് എന്താ ഉണ്ടായത്? ഈ രണ്ടാമതുണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾ എവിടെ സമരം ചെയ്തത്? ഞങ്ങൾ സമരം ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശബരിമല കർമ്മസമിതി അതിന്റെ കീഴിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ BJPയും സമരം ചെയ്തു. ശബരിമല കർമ്മസമിതി സമരം ചെയ്യുമ്പോൾ ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ SJR കുമാറിന്റെ പേരിൽ 1000-ലധികം കേസുകളാണ് ഉള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്നത്തെ അധ്യക്ഷന്റെ പേരിൽ 250-ലധികം കേസുകളാണ് ഉള്ളത്. ഒരു നേതാവിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഈ വെറുതെ വന്നിരുന്നിട്ട് വർത്തമാനം പറയരുത്. നമ്മൾ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, രാഷ്ട്രീയം നമുക്ക് പറയാം. അതല്ല വെറുതെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ വസ്തുതകളൊന്നുമില്ലാതെ ശബരിമല കേസായിക്കോട്ടെ ഏത് കേസായിക്കോട്ടെ നടത്തിയത് അതിനൊക്കെ എതിരെ ഞങ്ങൾ റിജിലെ നിങ്ങൾ പ്രതിപക്ഷത്താണ്, മറന്നു പോകല്. VD സതീശൻ നിങ്ങളുടെ നേതാവാണ്. എവിടെ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും കേരളത്തിലുണ്ടെന്നേ. നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും കേരളത്തിലുണ്ടായിട്ട് എവിടെയാണ് നിങ്ങൾ എവിടെയുണ്ട്? നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. ചങ്ങായിമാരായിട്ട് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് നിങ്ങളുള്ളത്? നിങ്ങൾ ഏതൊരു മുന്നണിയാണ്? നിങ്ങൾ മുന്നണിയാണ്. ആ മുന്നണിക്കകത്തുള്ള ആൾ തന്നെയല്ലേ ഇവര് ഇവിടെ നിന്നിട്ട് നിങ്ങൾ വെറുതെ വർത്താനം പറയുന്നത് എന്തിനാ? നിങ്ങൾ രണ്ടും ഒരേ മുന്നണിയല്ലേ? നിങ്ങൾ പ്രഖ്യാപിതമായിട്ട് ഒരേ മുന്നണിയല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്ര വർഗീയ മതരാഷ്ട്രവാദികളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവർ മതരാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവരാണ്. അവർ ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ താങ്കൾക്ക് കൂടി ശ്യാംരാജ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു. ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം RSS ഉൾപ്പെടെയുള്ള സംഘടനകളെ നിങ്ങൾ നയിക്കുന്നത്. നിങ്ങൾ ഏറ്റവും വലിയ മതവർഗീയവാദികൾ. ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം നിങ്ങളാണ്, കോൺഗ്രസ് ആണ്. നിങ്ങളാണ് ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം. ഈ രാജ്യത്ത് നിങ്ങൾ നടത്തിയ കൊലപാതകം എത്രയാ? അതിനൊക്കെ ഒരു കണക്കുണ്ടോ? നിങ്ങളെക്കാളും വലിയ തീവ്രവാദ സംഘടന ഏതാ ഉള്ളത്? നിങ്ങളാണ്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന. നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് തന്നെയാണ് ഈ രാജ്യത്തെ ഏറ്റവും തീവ്രവാദ സംഘടന, ഒരു സംശയം വേണ്ട. നിങ്ങൾ സച്ചിൻകുമാർ ഇപ്പോഴും ജയിലല്ലേ? ഇപ്പോഴും ജയിലല്ലേ? എന്തായിരുന്നു കാരണം? പാവപ്പെട്ട സിഖുകാരെ വോട്ടർ പട്ടിക എടുത്തുകൊണ്ട് പോയിട്ട് ആ വോട്ടർ പട്ടിക വെച്ചിട്ട് അവരെ കൊണ്ടുവന്നില്ല. നിങ്ങൾ ഗുജറാത്ത് നടത്തിയ കലാപം, നിങ്ങൾ സഞ്ജയ് ഗാന്ധി എത്രയധികം ആളുകളെ വന്ധ്യകരണം ചെയ്തു. ശരി. ഇനി അതിൽ അധികം തർക്കത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സുരേഷ് കുമാർ താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വളരെ വേഗം. അവരെ നിർത്തിയിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുമെന്ന് തോന്നാത്തത് കൊണ്ടാണ്. നമ്മുടെ സമയം അവസാനിക്കാറായി, അതുകൊണ്ടാണ്. BJPയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ കുറിച്ച് പാചകവാതകത്തിന്റെ പ്രതിസന്ധിയെ ചോദിക്കുമ്പോൾ ഇന്നലെ അണ്ടിയാത്തിന്റെ കാര്യമാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന്റെ സാമാന്യ സുരേഷ് കുമാർ പറയുന്നത് ശ്യാംരാജാണ്. മറ്റുള്ളവരെ കൂടി പറയാൻ അനുവദിക്കൂ. പറഞ്ഞോളൂ സുരേഷ് കുമാർ.
അല്ല, ഇത്തരത്തിൽ ഈ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയെക്കുറിച്ച് പാചകവാതക പ്രതിസന്ധിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുന്ദർ ആന്റി ഓഫീസിന്റെ കാര്യം പറയുന്ന രാംരാജിനെ പോലുള്ള വിവരം കെട്ടവന്മാർ ഈ ചർച്ചയിൽ വരുന്നതാണ് BJP നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നുള്ളത്. ഈ നാട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വോട്ടിന്റെയും സീറ്റിന്റെയും എണ്ണ അടിസ്ഥാനത്തിലാണ് സ്വീകാര്യതയില്ല എന്ന് ശ്യാംരാജ് മനസ്സിലായിക്കൊള്ളണം. സീറ്റിന്റെയും വോട്ടിന്റെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ പ്രകടനം നടത്തേണ്ടതെങ്കിൽ കേരളത്തിൽ എങ്ങനെ BJP അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയില്ലല്ലോ. ചുമ്മാ എന്തെങ്കിലും വന്നിരുന്ന് ഈ വാചോടാവ അടിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ BJP നേതാക്കന്മാരുടെ. ഈ നാട് നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയാൻ ശ്യാംരാജിന് കഴിയണം. ശ്യാംരാജിന് കഴിയുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പവിത്രവൽക്കരിക്കുന്ന RSSന്റെയും BJPയുടെയും രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളത്, ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന നിലപാടെന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ നിങ്ങൾക്കെതിരായി ശരിയും ശാസ്ത്രീയമായിട്ടുള്ള യഥാർത്ഥ പ്രതിപക്ഷമാര് എന്ന തർക്കമാണ് എങ്കിൽ, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ, വോട്ട് സ്പ്ലിറ്റ് ആയാൽ എന്തായിരിക്കും സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്? ചുമ്മാ വർത്താനം പറഞ്ഞു ഒരു രാജ്യത്ത് നിങ്ങൾ പറഞ്ഞ കേൾക്കാൻ പ്രതിപക്ഷം തന്നെ രണ്ട് സ്വരത്തിൽ സംസാരിച്ചാൽ എങ്ങനെയാണ്? ഭരണപക്ഷം എന്നതിനെ എതിർക്കാൻ രണ്ടു പക്ഷത്തും പ്രതിപക്ഷത്തിൽ രണ്ട് കക്ഷികളുണ്ട്. പരസ്പരം ഇപ്പോൾ കോൺഗ്രസും BJPയും പക്ഷം പിടിച്ച് എതിർക്കുകയാണ് എങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുക? കാരണം കേന്ദ്രത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. പിന്നെ ഇന്ത്യ മുന്നണി സംവിധാനത്തിലെ ഘടകകക്ഷികൾ തന്നെയാണ് കോൺഗ്രസും അതുപോലെ CPM-ഉം. അപ്പോൾ അതിൻ്റെ പ്രതിനിധികൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ വളരെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷത്തിലാണ്. യഥാർത്ഥത്തിൽ തുടർ ഭരണത്തിന് വഴിയൊരുക്കുമോ? തുടർ ഭരണത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് ആൻറ്റി ഇൻകംബൻസി എത്രത്തോളം ജനം ഗൗരവമായി എടുക്കും, ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എത്രത്തോളം ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇൻകംബൻസി അഡ്വാൻറ്റേജ് എന്നത് സമീപകാലത്തുള്ളൊരു കാര്യമാണ്. ഇൻകംബൻസി അഡ്വാൻറ്റേജ് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടതാണ്, പല തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ച് കണ്ടതാണ്. ക്ഷേമ പദ്ധതികൾ അവസാന നിമിഷം പ്രഖ്യാപിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, അതിനനുകൂലമായ വോട്ട് നേടുക. അത് സമാനമായ സാഹചര്യം കേരളത്തിൽ വരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോ കേരളത്തിൻ്റെ ഗവൺമെൻറ് എത്രത്തോളം കഴിഞ്ഞ 10 വർഷമായി എത്രത്തോളം ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചു എന്നതും പ്രതീക്ഷയ്ക്ക് ഉയർന്നിട്ടുണ്ടോ എന്നതും തലതാഴ്ച പരിശോധിക്കാനുള്ള രാഷ്ട്രീയ വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും ആരാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന തർക്കമാണ്. ആ നിലയിൽ വോട്ട് വിഭജിക്കപ്പെടുകയാണോ ചെയ്യുക എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ ദിവസങ്ങളാണ്, വളരെ ചുരുക്കം ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. 25 ദിവസം മാത്രമാണുള്ളത്. അതിൽ പ്രചരണത്തിന് ലഭിക്കുക 23 ദിവസമാണ്. കാത്തിരുന്ന് കാണാം ജനം വിധി എഴുതുന്നത് എന്ത് എന്നറിയാൻ. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, വോട്ടെടുപ്പിന് മുന്നണികൾ സജ്ജമോ എന്നതായിരുന്നു. ചുരുക്കം ദിവസത്തിൽ അതേന്ന് പറയുന്നു 74% പേർ, അല്ല എന്ന് പറയുന്നു 21% പേർ, നിഷ്പക്ഷമായി വോട്ട് രേഖപ്പെടുത്തിയത് 5% പേർ. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.